പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിർഔൻ ആരാണ് എന്നും മൂസ അലൈഹിസ്സലാമിൻ്റെ ജനനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. ഫിർഔൻ എന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഫിർഔൻ എന്നത് ആ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന എല്ലാ ഭരണാധികാരികളെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദമാണ്. അല്ലാതെ ഫിർഔൻ എന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരൊറ്റ ഭരണാധികാരിയുടെ പേരല്ല. ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, റോം ഭരിച്ചിരുന്ന എല്ലാവരും കൈസർ എന്നറിയപ്പെട്ടതുപോലെ, പേർഷ്യൻ ഭരണാധികാരികൾ കിസ്ര എന്നറിയപ്പെട്ടതുപോലെ, എത്യോപ്യൻ റൂളേഴ്സിനെ നജ്ജാഷി എന്ന് പറയുന്നത് പോലെയാണ്. ഇനി ഫിർഔനിന്റെ കൊട്ടാരത്തിലെത്തിപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം തിരികെ സ്വന്തം ഉമ്മയുടെ അടുക്കൽ തന്നെ എത്തിയ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. മുലകുടി പ്രായം കഴിഞ്ഞ മൂസ അലൈഹിസ്സലാം അങ്ങനെ തിരികെ ഫിർഔനിന്റെ കൊട്ടാരത്തിലെത്തി. മൂസ നബി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടം അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ഏറ്റവും അഹങ്കാരിയായ, ദുഷിച്ച, ക്രൂരനായ ഭരണാധികാരിയാണ് ഫിർഔൻ. അങ്ങനെയുള്ള ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ പുത്രനായി വളരുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയുള്ളതായിരിക്കും? എങ്ങനെയാണ് ആ കുട്ടി വലുതായി മാറുക? സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കും? സ്വാഭാവികമായിട്ടും ഫിർഔനിൻ്റെതുപോലെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയോ ആയിരിക്കും അല്ലേ? പക്ഷെ മൂസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തർബീയത്തിലും ശിക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് മൂസ നബി കൊട്ടാരത്തിൽ വളർന്നു വന്നത്. അള്ളാഹ് സുബ്ഹാനഹു വ തആല ഹാസ് പ്രൊട്ടക്റ്റഡ് ഹിം. അതുകൊണ്ട് തന്നെ നീതിമാനായ, മാന്യനായ, ഭയഭക്തിയുള്ളൊരു യുവാവായിട്ടാണ് മൂസ നബി അലൈഹിസ്സലാം വളരുന്നത്. അങ്ങനെ ഒരു ദിവസം, when the roads were deserted and there was all quiet in the city, മൂസ അലൈഹിസ്സലാം നഗരത്തിൽ, സിറ്റിയിൽ പ്രവേശിക്കുകയാണ്. അവിടെ 2 പേർ അടിപിടി കൂടുന്നത് കാണുന്നു. അവരിൽ ഒരാൾ ഇസ്രായേലി ആയിരുന്നു, മറ്റൊരാൾ ഖിബ്തി വംശജനായിരുന്നു, ഈജിപ്ഷ്യനായിരുന്നു. ഇസ്രായേലി വംശജനായ മൂസ നബി അലൈഹിസ്സലാമിന് ഫിർഔനിന്റെ സ്റ്റേറ്റിന് കീഴിൽ ജീവിക്കുന്ന ബനു ഇസ്രായേലർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഖിബ്തികൾ ഇസ്രായേലിയരെ ഹൈജാക്ക് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നല്ല കൃത്യമായ ധാരണയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഇസ്രായേലിയും ഖിബ്തിയും തമ്മിലെ ഇഷ്യൂ കണ്ടാൽ ഖിബ്തി ആക്രമിക്കുന്നവനാണെന്നും ഇസ്രായേലി അവിടെ ആക്രമിക്കപ്പെടുകയാണ് എന്നും തോന്നിപ്പോകും. അങ്ങനെ മൂസ അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്ക് പോകുന്ന വേളയിൽ അവരിലെ ഇസ്രായേലി മൂസ നബിയോട് സഹായം ചോദിക്കുക കൂടി ചെയ്യുന്നു. അയാളുടെ റിക്വസ്റ്റ് മൂസ നബി അലൈഹിസ്സലാം സ്വീകരിച്ചു. ഉടൻ തന്നെ ഖിബ്തിയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന അനുമാനത്തിൽ മൂസ അലൈഹിസ്സലാം ഖിബ്തി വംശത്തിൽപ്പെട്ട ആ വ്യക്തിയെ ഇടിക്കുകയും ചെയ്യുന്നു. ഫവക്കസഹു എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം. ഫവക്കസഹു. വക്കസ എന്ന് പറഞ്ഞാൽ അടിച്ചു, കുത്തി, ഇടിച്ചു എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഇങ്ങനെ കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഇടിക്കുന്നതിനെയാണ് വക്കിസ് എന്ന് പറയുന്നത്. ഖുർആനിൽ മറ്റെവിടെയും ഈ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ചതായി കണ്ടിട്ടുമില്ല. ഏതായാലും മൂസ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇടിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ആ ഇടിയുടെ ആഘാതമേറ്റ് ഖിബ്തി മരണപ്പെടുകയും ചെയ്തു. യൂഷ്വലി ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തി ഒരു അടി കൊണ്ട് മരണപ്പെടും എന്ന് തീരെ പ്രതീക്ഷിക്കില്ലല്ലോ, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. ബട്ട് അള്ളാഹ് സുബ്ഹാനഹു വ തആല ഹാസ് പ്ലാൻഡ് സോ ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഇവിടെ വിഷയം എന്താണ് എന്ന് വെച്ചാൽ, മൂസ നബി ഇസ്രായേലിയായ തൻ്റെ വംശത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരനെ രക്ഷിക്കുകയും ഖിബ്തിയായ ഈജിപ്ഷ്യനായിട്ടുള്ള വ്യക്തിയെ കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഫിർഔനിന്റെ ആളുകൾ അറിഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയ മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു അദുവ്വുൻ മുദില്ലും മുബീൻ. ഹാദാ മിൻ അമലി ശൈത്താൻ. ഇത് ചെകുത്താന്റെ ഒരു കുതന്ത്രമാണെന്ന് തോന്നുന്നു. അവൻ വലിയൊരു കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഒരു ഇസ്രായേലിയെ സഹായിക്കുന്നതിൽ ഒരു ഖിബ്തിയെ വധിച്ചു എന്നതിൻ്റെ പേരിൽ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം മൂസ നബിയിൽ മാത്രമല്ല മുഴുവൻ ഇസ്രായേൽ സമൂഹത്തിലേക്കും വ്യാപിക്കുകയും അങ്ങനെ ഈജിപ്തിൽ ഒരു ഇസ്രായേൽ വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യണം എന്നത് ആണ് ഇബ്ലീസിന്റെ ഉദ്ദേശം എന്ന രൂപത്തിലാണ് മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി പ്രാർത്ഥിക്കുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗ്ഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന ളഹീറൻ ലിൽ മുജ്രിമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി. ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ നാഥ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി. ളലംതു അതിക്രമം പ്രവർത്തിക്കുക, ഞാൻ അതിക്രമം പ്രവർത്തിച്ചു. ഫഗ്ഫിർ ലി, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണമേ റബ്ബേ. ഫഗഫറ ലഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നഹു, തീർച്ചയായും അല്ലാഹു, ഹുവൽ ഗഫൂറുർ റഹീം, ഹി ഇസ് എവർ ഫോർഗിവിംഗ് ആൻഡ് മോസ്റ്റ് മെർസിഫുൾ. ഇവിടെ മൂസ നബി അലൈഹിസ്സലാമിനെ ശൈത്താൻ പ്രലോഭിപ്പിച്ചു എന്നോ ആ പ്രലോഭനത്തിൽ മൂസ നബി വീണുപോയി എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. മൂസ നബി ആ സാഹചര്യത്തിൽ നിർബന്ധിതനായി ഖിബ്തിയെ ഇടിച്ചു. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ ഇടിയേറ്റ ഖിബ്തി മരണപ്പെടുകയാണല്ലോ. റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത് ചെയ്തത് തെറ്റാണ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അരുതാത്തത് സംഭവിച്ചു പോയി എന്നതുകൊണ്ട് കൂടിയാണ്. ഫഗ്ഫിർലി എന്നതിന് ഈ സംഭവം മറച്ചു വെക്കണമേ റബ്ബേ എന്നൊരർത്ഥം കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മരണവാർത്ത നാട്ടിൽ വ്യാപിക്കാതെ സംരക്ഷിക്കാൻ കൂടെ റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്. ആൻഡ് മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറയുകയാണ്, ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ. ഖാല, മൂസ നബി പറഞ്ഞു, റബ്ബി, റബ്ബേ, ബിമാ അൻഅംത അലയ്യ, ബിക്കോസ് ഓഫ് ദ ഫേവർ ദാറ്റ് യു ഹാവ് ഡൺ മീ. വാട്ട്സ് ദാറ്റ് ഫേവർ? ആ ഫേവർ എന്താണ്? ശത്രുക്കൾ ആരും കാണാതെ തൻ്റെ പ്രവൃത്തി മറച്ചു വെക്കുകയും രക്ഷപ്പെടാൻ മൂസ അലൈഹിസ്സലാമിന് അവസരം നൽകുകയും ചെയ്തതിന്. ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, ഇനിയൊരിക്കലും ഞാൻ കുറ്റവാളികളെ സഹായിക്കുകയില്ല എന്ന്. ഐ ഷാൽ നെവർ സപ്പോർട്ട് ദ ഗിൽറ്റി എന്ന്. ഭയങ്കര കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വാക്കുകളാണിത്. ഒരു കുറ്റവാളിയെയും സഹായിക്കാൻ പോവില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ക്രുവൽറ്റിയും ടൈറനിയും അന്യായവും അനുവർത്തിക്കുന്ന ഒരു ശക്തിക്കും തൻ്റെ കോപ്പറേഷൻ ആൻഡ് സഹായ സഹകരണങ്ങൾ ഉണ്ടാവില്ല എന്ന പ്രതിജ്ഞ കൂടിയാണിത്. യുനോ, മൂസ അലൈഹിസ്സലാം ഹാഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫറോവ ആൻഡ് ഹിസ് ടൈറനിക്കൽ ഗവൺമെന്റ്, അല്ലേ? കൊട്ടാരത്തിൽ വളർന്ന പുത്രനാണ്. അങ്ങനെ ആ ഭരണകൂടത്തിന്റെ ഭാഗമായി അതിൻ്റെ പവറും കഴിവും വർദ്ധിപ്പിക്കുക എന്നത് മൂല്യബോധമുള്ള ഒരാൾക്ക് ചേർന്നതല്ല എന്ന് മൂസ അലൈഹിസ്സലാമിന് തോന്നി എന്നുള്ളതാണ്. ആൻഡ് ഇനി ദ വെരി നെക്സ്റ്റ് ഡേ മൂസ അലൈഹിസ്സലാം പ്രൊസീഡഡ് ടു ദ സിറ്റി ഇൻ ഫിയർ. പേടിയോടെ നാലുപാടും നോക്കിക്കൊണ്ട് പട്ടണത്തിലേക്ക് വരികയായിരുന്നു മൂസ. ഇന്നലെ ഒരാളെ കൊന്നുപോയല്ലോ, അല്ലെ? ആ കൊലക്കുറ്റത്തെ ആലോചിച്ച് അത് ആളുകൾ അറിയുമോ എന്നാലോചിച്ച് പേടിയോടുകൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂസ അലൈഹിസ്സലാം. അപ്പോഴുണ്ട് ഇന്നലെ തന്നോട് സഹായം തേടിയ അതേ മനുഷ്യൻ ഇന്നും അതാ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. അപ്പൊ മൂസ അലൈഹിസ്സലാമിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇന്നക ലഗവിയ്യുൻ മുബീൻ, താൻ ആള് പ്രശ്നക്കാരനാണല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യു ആർ എ വെരി മിസ്ഗൈഡഡ് ഫെല്ലോ. ഇന്നും ഒരു ഖിബ്തിയുമായി തന്നെ ആണ് ആ വ്യക്തിയുടെ തർക്കം. അങ്ങനെ മൂസ അലൈഹിസ്സലാം ആ ഖിബ്തി വംശജന് നേരെ തിരിയുകയായിരുന്നു. അപ്പോഴേക്ക് ഇന്നലത്തെ ആ ഇസ്രായേലി ഉറക്കെ കരഞ്ഞു, യാ മൂസ അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസി. യാ മൂസ, അല്ലയോ മൂസ, അതുരീദു അൻ തഖ്തുലനി, നീ കൊല്ലാൻ പോവുകയാണോ? നീ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? കമാ ഖതൽത, നീ കൊന്നതുപോലെ, നഫ്സൻ, ഒരു വ്യക്തിയെ, ബിൽ അംസി, ഇന്നലെ. ഹേ മൂസ, നീ ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ പോവുകയാണോ എന്ന് ഉറക്കെ അയാൾ ചോദിച്ചു പോയി. മൂസ നബി തന്നെയാണ് അടിക്കാൻ പോകുന്നത് എന്ന് കരുതി അറിയാതെ പറഞ്ഞു പോയതാണ്. ഹൗവെവർ, ഹി ഡിസ്ക്ലോസ്ഡ് ദ സീക്രറ്റ് ഓഫ് ദ പ്രീവിയസ് ഡേയ്സ് മർഡർ. അതോടുകൂടെ മൂസ അലൈഹിസ്സലാമിൻ്റെ കൊലക്കുറ്റം വെളിവായി. ദ ഈജിപ്ഷ്യൻ, അവിടെ ഉണ്ടായിരുന്ന ഖിബ്തി ഉണ്ടല്ലോ, ഹി ഇൻഫോംഡ് ദ അതോറിറ്റീസ് അബൌട്ട് ദിസ് കേസ്. പട്ടണത്തിൻ്റെ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നിട്ട് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇന്നൽ മലഅ
തീർച്ചയായും നാട്ടുപ്രമാണികൾ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക്ക്, നിന്നെ വധിക്കാൻ കൂടിയാലോചിക്കുന്നുണ്ട്, നിന്നെ വധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫഖ്റുജ്, നീ ഇവിടെ നിന്ന് പോവുക. ഇന്നി ലക മിനൻ നാസിഹീൻ, സോ പ്ലീസ് ഗോ, ഐ ആം വൺ ഓഫ് യുവർ വെൽ വിഷേഴ്സ്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നും പേടിയോടെ ഭീതിതനായി പുറപ്പെടുകയാണ്. നിന്ന നിൽപ്പിൽ, യാത്രക്കായി ഒരുങ്ങണല്ലോ സാധാരണഗതിയിൽ, അതൊന്നുമില്ലാതെ ആരോടും യാത്ര പറയാതെ മൂസ അലൈഹിസ്സലാം പുറപ്പെട്ടു. നന്നായി പേടിച്ചിട്ടുണ്ട്, കാരണം ഫിർഔനിന്റെ സൈന്യം ഏത് നിമിഷവും തന്നെ തേടിയെത്താം. പക്ഷെ ഭീതിയുണ്ടെങ്കിലും ഈമാൻ മൂസ അലൈഹിസ്സലാം കൈവെടിഞ്ഞിട്ടില്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരുന്നിട്ടില്ല. മൂസ അലൈഹിസ്സലാം ആ സമയത്തും പ്രാർത്ഥിച്ചു. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഡെലിവർ മീ ഫ്രം ദീസ് അൺജസ്റ്റ് പീപ്പിൾ. എൻ്റെ റബ്ബേ, മർദ്ദകജനത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. വലിയ പാഠമാണ് മൂസ അലൈഹിസ്സലാം നമുക്ക് പകർന്നു തരുന്നത്. ഫിർഔനിന്റെ സൈന്യം മുഴുവൻ തനിക്ക് എതിരാണ് എന്നും അതൊരു വമ്പിച്ച ശക്തിയാണ് എന്നും ഏത് നിമിഷവും തന്നെ വധിച്ചേക്കാമെന്നും മൂസ അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. ബട്ട് അതിനേക്കാളൊക്കെ അജയ്യനും ശക്തനും അള്ളാഹുവാണ് എന്ന ഉറച്ച ബോധ്യം മൂസ അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. ആ ഈമാൻ മൂസ അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവോട് രക്ഷ തേടുന്നതും പ്രാർത്ഥിക്കുന്നതും. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലുമാണത്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഏറ്റവും ആദ്യം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാനും അവനിൽ തവക്കുല് ചെയ്യാനും എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.